ജോ അപ്പോളോ അറ്റ്ലക്സ് യൂണിറ്റിന്റെ പ്രസിഡന്റാണ്. നിലവിൽ നമ്മുടെ അടുത്ത് സ്റ്റാഫുമാർ രണ്ടാം ദിവസമായി സമ്പൂർണ്ണ പണിമുടക്കിലേക്കാണ്. തുടർന്നും ഈ സമരം തുടർന്നുകൊണ്ട് പോകുന്നതാണ്. നിലവിൽ ചർച്ച ആരംഭിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ പൂർണ്ണമായ തീരുമാനത്തിൽ എത്തിയിട്ടില്ല. അതുകൊണ്ട് നാളെയും സമരം തുടരുന്നതാണ്. വരും ദിവസങ്ങളിൽ ചർച്ച വിജയമാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളുടെ അടിസ്ഥാന ശമ്പളം 40,000 രൂപയാക്കുക. ഞങ്ങൾക്കൊരു ജോലി ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ, അതായത് ലേബർ നിയമങ്ങൾ കൃത്യമായി പാലിക്കുക, രോഗി നേഴ്സ് അനുപാതം കൃത്യമായി പാലിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഞങ്ങൾ ഈ സമരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് പേയ്മെന്റ് കൂട്ടി തരാതിരിക്കാൻ എന്താണ് അവർ പറയുന്ന കാരണം? അല്ല, പല മാനേജ്മെന്റും പല കാരണങ്ങളാണ് പറയുന്നത്. ഇവിടുത്തെ മാനേജ്മെന്റ്, നമ്മുടെ മാനേജ്മെന്റ് പറയുന്നത് ഗവൺമെന്റ് അനുസരിച്ചുള്ള ബേസിക് സാലറി തരാമെന്നാണ് അവർ പറയുന്നത്. എന്നാൽ ഇപ്പോൾ ഗവൺമെന്റ് തന്നിരിക്കുന്ന ബേസിക് സാലറി വളരെ തുച്ഛമാണ്. അത് ഞങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നതല്ല. ഏകദേശം 7 വർഷത്തിന് ശേഷമാണ് ഈ മേഖലയിൽ ഒരു സാലറി വിഷയം വരുന്നത്. അത് വളരെ തുച്ഛമായ തുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങളത് അംഗീകരിക്കാത്തത്. ഞങ്ങളുടെ സമരം ഒരു ജീവിത സമരമാണ്. നാട്ടിൽ ജോലി ചെയ്യുന്ന ഞങ്ങൾക്ക് മാന്യമായി ജീവിക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് വേണം. അതിന്റെ സാമ്പത്തിക ഭദ്രതയും ഞങ്ങൾക്ക് ഉറപ്പുവരുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരത്തിന് ഇറങ്ങുന്നത്. എന്ന് മാനേജ്മെന്റുകൾ അത് ഞങ്ങൾക്ക് തരുന്നുവോ അന്ന് മാത്രമാണ് ഞങ്ങൾ ജോലിക്ക് കയറുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ തുടർന്നും സമരപാതയിലായിരിക്കും. അനിശ്ചിതകാലം നീണ്ടുകൊണ്ടിരിക്കും. ഇന്നത്തെ ഏകദേശം 2-3 ചർച്ചയായി. അല്ല, അങ്ങനെ അവരവരുടെ കാര്യങ്ങൾ പറയുന്നു, നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തീരുമെന്നാണ് ഞങ്ങളും പ്രതീക്ഷിക്കുന്നത്. അന്ന് MLA വന്നിരുന്നു, പല രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ വന്നു. നമുക്ക് പരിപൂർണ്ണ സപ്പോർട്ടാണ്. പൊതുജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും എല്ലാവരും നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും ജനപിന്തുണയും നമുക്കുണ്ട്. കേട്ടില്ല? ഡ്യൂട്ടിക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, സാധാരണ വാർഡുകളിൽ ഡ്യൂട്ടി ചെയ്യുന്നവർ രാവിലെ 7 മണിക്ക് 7 to 1 ആണ് ഡ്യൂട്ടി വരുന്നത്. എന്നാൽ പല സ്റ്റാഫുമാരും ഇറങ്ങിപ്പോകുന്നത് 4 മണി 5 മണി ആ സമയത്താണ് ഇറങ്ങിപ്പോരുന്നത്. നമ്മൾ അതിനൊരു ഓവർ ടൈം യാതൊരു കാര്യങ്ങളും നമുക്ക് കിട്ടുന്നില്ല. രോഗി നേഴ്സ് അനുപാതം, ഒരു നേഴ്സ് നോക്കേണ്ട രോഗികളുടെ എണ്ണം 6 ആണ്. എന്നാൽ ഇവിടുത്തെയും എല്ലാ ഹോസ്പിറ്റലിലും, കേരളത്തിലെ എല്ലാ ഹോസ്പിറ്റലിലെയും നേഴ്സുമാർ നോക്കുന്നത് 7, 8, 10 സ്റ്റാഫുമാരെയാണ്. അപ്പോൾ 10 രോഗികളാണ്. ആ രോഗികൾക്ക് കൃത്യമായ നേഴ്സിംഗ് കെയർ കൊടുക്കാൻ പോലും നമുക്ക് സാധിക്കുന്നില്ല. ഇങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് നമ്മൾ ഈ ലേബർ ഇതിൽ വരുന്നത്. അല്ലാതെ സർക്കാർ നിങ്ങളെ ശ്രദ്ധിക്കുന്നു എന്ന് തോന്നുന്ന രീതിയിലുള്ള ഏതെങ്കിലും പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക്? നമ്മുടെ MLA പല രാഷ്ട്രീയക്കാരും നമ്മളെ വന്ന് കണ്ടിരുന്നു. അവർ സർക്കാരിൽ ഈ കാര്യം ഉന്നയിക്കാനും പ്രശ്നങ്ങൾ അടിയന്തരമായി തീർക്കാമെന്നും നമുക്ക് വാക്കുന്നിട്ടുണ്ട്. അടിസ്ഥാന ശമ്പളം 40,000 നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏകദേശം 2018 അവസാനം മിനിമം സാലറി വന്നിരിക്കുന്നത്. അത് 20,000 രൂപയാണ്. അതാണ് ഞങ്ങൾക്ക് ഇപ്പം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്ലസ് അലവൻസ്. ഏകദേശം ഞങ്ങൾ പഠിച്ചിറങ്ങിയ കാലം 2010 ആ സമയങ്ങളിലൊക്കെ 1,500 രൂപ വേതനത്തിലാണ് ഞങ്ങൾ നഴ്സിംഗ് ജോലി ചെയ്തിരുന്നത്. തുടർന്നാണ് അസംഘടിത മേഖലയായ നഴ്സിംഗ് സമൂഹത്തിലേക്ക് യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷൻ ഏകദേശം 5 പേരുമായി തൃശ്ശൂരിൽ തുടങ്ങിയ സംഘടനയാണത്. അവർ വന്ന കാരണമാണ് ഇന്ന് കാണുന്ന ഞങ്ങൾക്ക് നേഴ്സാണെന്ന് പറയാൻ പോലുമുള്ള ഒരു അഭിമാനമായ നേട്ടം. യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷൻ തുടർച്ചയായി നടത്തിയ സമരങ്ങളുടെ ഫലമായിട്ടാണ് ഞങ്ങൾക്കത് കിട്ടിയത്. 2011 തോന്നുന്നു, കൃത്യമായി ഓർക്കുന്നില്ല. മദ്രസ സമരം, തൊട്ടടുത്ത് നടക്കുന്ന LF ഹോസ്പിറ്റൽ സമരം, അമൃത സമരം. അമൃതയിൽ നിന്നുമാണ് നമ്മൾ സമരത്തിന്റെ കാര്യത്തിലേക്ക് നമ്മൾ കടന്നത്. എന്നാൽ ആ സമരങ്ങളിൽ നിന്നുമാണ് നമ്മൾ ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് നഴ്സുമാർ എത്തിയത്. എന്നാൽ ഇന്ന് കാണുന്ന അവസ്ഥയും വളരെ മോശമാണ്. ഇപ്പോഴത്തെ ജീവിത സാഹചര്യമനുസരിച്ച് ജീവിക്കാനുള്ള മാന്യമായ ശമ്പളം ഇപ്പോഴും നഴ്സുമാർക്ക് കിട്ടുന്നില്ല. ഗവൺമെന്റ് യാതൊരുവിധ നടപടികളും എടുക്കുന്നില്ല. ഏകദേശം മിനിമം ശമ്പളം 3 വർഷം, ശമ്പളം പരിഷ്കരിക്കുന്നത് 3 വർഷവും മാക്സിമം 5 വർഷവും ആണെന്നിരിക്കെ 7 വർഷവുമായിട്ട് ഗവൺമെന്റ് ഒരു ശമ്പള പരിഷ്കരണം നടത്തിയില്ല. അതാണ് ഞങ്ങൾ ഈ സമരത്തിന് നടക്കാനുള്ള പ്രധാന കാരണം. ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷന്റെ കീഴിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഈ സമരം വിജയിക്കുകയും ചെയ്യും. ഇത് ജീവിത സമരമാണ്. ജയ് ജയ്.
ജയ് ജയ് യുഎൻഎ ജയ് ജയ് യുഎൻഎ